പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 18 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ
എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ അർത്ഥവത്തായിട്ട് കാര്യക്ഷമമായ ഉടമ്പടി പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന്, അഥവാ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നല്ലേ, അപ്പോൾ സംസാരിക്കുന്ന മുമ്പ് ഞാൻ കുറേ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഇനി കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ഞാൻ മനസ്സൊരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം തുടങ്ങിയല്ല, പട്ടുമൂലേ കർത്താവിൻ്റെ കാര്യം പറയാൻ തുടങ്ങുന്ന കാലം മുതലേ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായപ്പോഴും, അത് എത്ര വയസ്സായാലും എനിക്ക് തോന്നുന്നത് ടെൻഷൻ കുറയരുതെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. കാര്യം ഞാൻ ഇടവകയിലൊക്കെ നടത്തിയിട്ടുള്ളത് ഇരിക്കുമ്പോഴേ നമുക്ക് വൈകുന്നേരമാണല്ലോ ഓരോ സ്ഥലത്ത് കൺവെൻഷനിൽ വിളിക്കണം നമ്മളാ. അപ്പോൾ ഞാൻ ഡെയിലി പോയി വരികയായിരിക്കും ചെയ്യണത്. പക്ഷേ ഇടവകയിൽ വരുമ്പോൾ ചില സമയത്ത് വല്ല സിക്കായിരിക്കും, ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ അവിടെ ഇടവക മരിപ്പുണ്ടാവും. മരണമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇട്ടച്ചും പോകാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് പരവെടുത്ത് അതിൻ്റെ കുർബാന ചൊല്ലി ആൾക്കാരെല്ലാം പിരിച്ചതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-120 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ സഞ്ചരിച്ചാൽ പോലും സമയത്ത് എത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടെൻഷൻ അടിക്കും അല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ കാറിലിരുന്നുകൊണ്ട് ആരോടും സംസാരിക്കത്തില്ല. അതിപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ഹെവി ലോഡ് പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ സൈലൻ്റ് ആയിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശത്തിൽ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളില്ലേ, അവർ സൈലൻ്റ് ആയിരിക്കും, ശബ്ദമായിട്ട് നിന്നിരിക്കും. അതായത് നമ്മൾ പ്രെയർ ചെയ്ത് നമ്മളുടെ ഒരു ടെൻഷനുണ്ട്, പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ആശങ്ക ഉണ്ട്, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ഉത്കണ്ഠ, അതുപോലെ തന്നെ ടെൻഷൻ, ഇതിൻ്റെ വരുന്നൊരു വിഷയം ഇത് ആണ് ദൈവത്തെ ആശ്രയിക്കാനും കണ്ടെത്താനും നമ്മളെ ഒരു പരിധി വരെ സഹായിക്കും. എന്നെ സഹായിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഈ സമയത്തൊക്കെ ബാക്കി എല്ലാ കണക്ഷൻസും കട്ട് ചെയ്യും, മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ളവരോട് കൂടെയുള്ളവരോട് സംസാരിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ സംസാരത്തിൽ പങ്കെടുക്കത്തില്ല. ഭയങ്കര കോൺവെർസേഷൻ ഡിസിപ്ലിൻ ഉണ്ടാക്കും. എന്താ കാര്യം വെച്ചാൽ ആ സമയം ദൈവത്തോട് മാത്രം നമ്മൾ സംസാരിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യണേ. നിങ്ങളവർക്ക് ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ അതിൻ്റെ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരൊക്കെ ആധ്യാത്മിക ഔന്നത്യം പ്രാപിക്കണമെന്ന് ഒരിക്കലും ധരിക്കരുത്. സിമ്പിളാണ്. കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം ജപമാല, കർത്താവിൻ്റെ മാലാഹ, പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ വിസിറ്റ് ചെയ്യും. ഇപ്പം കൃപാസനത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാവോ, ആ പഴയ 50 സെൻറ്റ് സ്ഥലമാണ് നിൽക്കണത്. 50 സെൻറ്റ് സ്ഥലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, 3 നിത്യാരാധനയുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായില്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ നിത്യാരാധന വന്ന് വീഴും. ഏതെങ്കിലും ഒരു നിത്യാരാധന വന്നു. അതിൽ വിസിറ്റ് എന്ന് പറയണത് ദിവ്യകുർബാനയുടെ വിസിറ്റ്. ഇനി ദിവ്യകുർബാന ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എനിക്ക് ആ ഒരു അഭിഷേകമായിട്ടിരിക്കണം. കാര്യം കാനായിലെ കല്യാണമാണ്.
എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിലേക്കാണ് കർത്താവ് ജനങ്ങളെ കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാനായിലെ കല്യാണ വീട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയുടെ മുമ്പിൽ നിന്നത്, ദിവ്യ കുർബാനയുടെ മുമ്പിൽ നിന്നത്. ഓർക്കല്ലേ, അതല്ലേ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ വിഷയം, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോധ്യം എന്ന സംഭവമുണ്ട്. ബോധ്യം. അപ്പോൾ നോൺ ബോധ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ബോധ്യം എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ മറ്റുള്ളവരുടെ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അതിനടുത്ത് 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നേരത്തെ കൈകാര്യം ചെയ്തതാണ്. മറ്റുള്ളവരിൽ ആ വാക്കെടുക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും. അതാണ് സംഭവം. കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇത് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ. പൗലോസ് അപ്പോസ്തലൻ പോലും പറയണത് മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വ്യക്തി വളരണമെങ്കിൽ ആദ്യം ബോധ്യം ജനിപ്പിക്കേണ്ടത് ദൈവത്തിലാണ്. നമ്മൾ ഇങ്ങനെ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ നീ അത് കാര്യം, ടെൻഷന് എതിരായിട്ടുള്ള എല്ലാ സാധനവും ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉള്ളത് കർത്താവിൻ്റെ കയ്യിലാണ്. എന്തൊക്കെയാണ്? ധൈര്യം, അല്ലേ? പിന്നെ ഞാനൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ടെൻഷൻ്റെ കാലത്ത് ഒരു ധൈര്യവും തോന്നത്തില്ല. അപ്പം നിങ്ങളോർക്കും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉടനെ ടെൻഷൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒരു ധൈര്യം തോന്നത്തില്ല. നമ്മൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ചെയ്യണ കാര്യത്തിലും നമുക്ക് അപ്പോൾ ടെൻഷനോട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യണത്. നിങ്ങളാരും വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ടെൻഷൻ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ അങ്ങോട്ട് തൂത്തുപോണ പോലെ ടെൻഷൻ അങ്ങോട്ട് മാറുമെന്ന്. മാറുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ള അവർ ടെൻഷൻ അടിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കണത്, ടെൻഷൻ അടിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ ഒരു കാര്യം കർത്തവാണ്. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചാണ് ഓരോ ധ്യാനങ്ങളും ചെയ്തിരിക്കുന്നത്. ടെൻഷൻ അടിക്കാതെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ അവലംബിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫ്രൂട്ട്സാണ് പ്രധാനം. എന്താ കാര്യം? നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് ഉണ്ടാക്കും. എന്താ കാര്യം? അത് ചെയ്യണത് കർത്താവാണ്. എൻ്റെ മക്കളെ, കർത്താവിന് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊവിഷൻ ജീവിതത്തിലുണ്ട്. നമുക്ക് നാളെ അത് കാണാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇടിവിട്ട് വരേണ്ട സമയത്ത് അങ്ങനെയല്ല അവ ചെയ്യണത്. ഇടിവിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ മെയിൻ സ്വിച്ച് ചിലപ്പോൾ കളറുണ്ട്, ചിലപ്പോൾ ഫീസ് ഊരി കളണവരുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ള ആൾക്കാരുടെ കണക്ഷൻസ് മാറുക. കണക്ഷൻസ് ഊരിക്കഴിയണം മാത്രമല്ല, അതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ ബാക്കി ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന വിഷയം ചെയ്യണം നമ്മളായിരിക്കത്തില്ല, അത് നിൻ്റെ കർത്താവായിരിക്കും. ഓക്കെ, താങ്ക് യു.